ഇന്നെന്താടാ പരിപാടി? എന്നത്തെയും പോലെ ഇന്നും സൗണ്ട് ബാർ. കാരണം അതേ ഉള്ളല്ലോടാ സപ്പോർട്ട്. അതെ, തമ്മിൽ പേരും തൊമ്മൻ തന്നെയെന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ. സൗണ്ട് ബാർ ഇന്ന് സൗണ്ട് ബാർ. ഓക്കെ, അപ്പോൾ തുടങ്ങിക്കാ. സൗണ്ട് ബാർ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് സൗണ്ട് ബാർ വരുന്നത്. സാംസങ്ങിൻ്റെ HW-B650 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 370 വാട്ട്സാണ് വരുന്നത്. 370 വാട്ട്സ്. ഇതിൻ്റെ വില എത്രയും കൊടുക്കാൻ അറിയാം? എത്ര കൊടുക്കാൻ പറ്റുന്നത്? 16,500. പോരാത്തതിന് ഷോപ്പിൽ വന്ന അതിന് അഡീഷണൽ ഡിസ്കൗണ്ട് വേറെ ഉണ്ടോ? നല്ല ഡിസ്കൗണ്ട് കിട്ടും. നല്ല ഡിസ്കൗണ്ട് കൊടുക്കാമല്ലോ. അതും ഒരു 370 വാട്ട്സ് 3.1 ചാനല് 24,900 ഇതിൻ്റെ MRP വരുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് 20,600. ആദ്യം കഴിഞ്ഞുള്ള ഓഫറാണ് 16,500 പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ വാട്ട്സ് ആണ് ഹൈലൈറ്റ്. 370 വാട്ട്സ്. പിന്നെ 370 വാട്ട്സ്. ഇതിൻ്റെ നെറ്റ് വരുന്നത് സൈഡ് നെറ്റാണ്, ഫ്രണ്ടിലാണ് നെറ്റ് വരുന്നത്. നെറ്റ് കോട്ടിംഗ് ആണ്. ഇതാണ് നെറ്റ് കോട്ടിംഗ് അല്ലേ? കോട്ടിംഗ്. ഇതാണ് ബാർ വരുന്നത്. ഒരു ബാർ കണ്ട് ഫിനിഷിംഗ് ഉണ്ടോ? ഒരു പ്രീമിയം ഫിനിഷിംഗ് വരുന്നതാണ്. 3.1 ചാനൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 3 സ്പീക്കർ വരുന്നുണ്ട്. ഒന്നിവിടെ, അങ്ങനെ 3 സ്പീക്കർ. ഈ സ്പീക്കറിനെന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്പീക്കർ വരുന്നത് ഡയലോഗ് കുറച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. ഡയലോഗ്, അതായത് സെൻട്രൽ സ്പീക്കർ നമുക്ക് ലെവൽ കൂട്ടാം. 6 ലെവൽ വരെ ഇത് കൺട്രോൾ ചെയ്യാം. സൗണ്ട് ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പോരാത്തത് ഡോൾബി ഓഡിയോ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ DTX വെർച്വൽ X എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതായത് നമ്മൾ മ്യൂസിക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഫിറ്റ് ചെയ്തേക്കുന്ന മോഡാണ് വരുന്നത്. പിന്നെ അതുപോലെ സറൗണ്ടിങ് മോഡ് വരുന്നുണ്ട്. ബാസ് ബൂസ്റ്റ്, അതായത് എല്ലാവർക്കും ഇപ്പം ബേസ് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ബാസ് കുറച്ചുകൂടെ ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും. അങ്ങനെയുള്ളവർക്ക് ഇത് ബെറ്റർ ആയിരിക്കും. ബാസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തൊരു മോഡുണ്ട്. അതപ്പോൾ സൗണ്ടിൽ ബാസിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ. അല്ലാത്തവർക്ക് അല്ലാത്ത മോഡ് ഇടാം. സറൗണ്ടിങ് മോഡ് ഇട്ട് നൈസ് ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ഇതിൻ്റെ ഇത് ലിങ്ക് ചെയ്താൽ നമുക്കിത് സൗണ്ട് ബാർ കണക്ട് ആവുന്നുണ്ട്. വയർലെസ് ആയതുകൊണ്ട് ഈ ജസ്റ്റ് ഈ ബട്ടനെ പ്രസ് ചെയ്യുക 3 സെക്കൻഡ്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് പെയറാവും. ഈ ചുമല മാറി ഇത് ഇപ്പോൾ നീലയാവും. നമ്മളിപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. നീലയായി കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്ത് പെയറാവത്തുള്ളൂ. പിന്നെ ഇതാണ് ബാറ് വരുന്നത്. ബാറ് പിന്നെ യൂട്യൂബിന് വരുന്നുണ്ട്. 3.1 ചാനൽ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ബാറിന് ഇത് ഔട്ട്പുട്ട് കാര്യങ്ങൾ വരുന്നത്. ഇതാണ് ഡിജിറ്റൽ ഓഡിയോ ഇൻപുട്ട് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ USB കേബിൾ സപ്പോർട്ട് ആവുന്നുണ്ട്. പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. പിന്നെ HDMI ARC സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ പോരാത്തതിന് HDMI 1 സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് പ്രീമിയം ഫിനിഷിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം ബാറിനാണെങ്കിൽ പോലും അത്യാവശ്യം വെയിറ്റ് കുറവാണ്. ഒരാളുടെ കയ്യിൽ എടുത്തു വെക്കുന്നത് ഇത്ര ഒരു സൈസ്. പിന്നെ 370 വാട്ട്സ് ആയതുകൊണ്ട് തന്നെ ബാസ് വേണം ഫോക്കസ് ചെയ്യാം, അല്ല സറൗണ്ടിങ് ഫോക്കസ് ചെയ്യാം. അങ്ങനെ എല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു മോഡലാണല്ലേ? അപ്പോൾ അടിപൊളി ഒരു ഓഫർ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാ ഷോറൂമിലും, നമ്മുടെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ ഷോറൂമിലും അറിയണമെന്ന് അറിയത്തില്ല, കാരണം സ്റ്റോക്ക് കുറവാണ് പൊതുവെ. ഇപ്പോൾ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. സബ്വൂഫർ വരുന്നത് ഇതാണ്, നേരത്തെ പറഞ്ഞല്ലോ. നെറ്റ് കാര്യങ്ങളാണ് വരുന്നത്. അതിൻ്റെ കോട്ടിങ് വരുമ്പോൾ നെറ്റ് കോട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഇത് ബാറ് വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ അതിൻ്റെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയാണ്. അവർ ബാസിനല്ല ഫോക്കസ് ചെയ്യുന്നത്, സൗണ്ട് ക്വാളിറ്റിയിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗോപി നമുക്ക് ഇതിൻ്റെ ബാസ് ടെസ്റ്റ് നാളെ ചെയ്യാം. അപ്പോൾ ഗോപി അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ ഇന്നൊരു ഒരാളെ വീഡിയോ ചെയ്തത് നമ്മളൊരു ചെയ്തിട്ടുണ്ടായിരുന്നു, സൗണ്ട് ബാറിൻ്റെ JBLൻ്റെ ബാസ് ടെസ്റ്റ് അല്ലേ? അതൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അല്ലാതെ നമ്മൾ സൗണ്ട് ബാറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ ആവോ? കണ്ടില്ല, കണ്ടു കാണാൻ വഴിയില്ല. അതെ, സപ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.